ഫൈനൽ യുദ്ധം തീർന്നു ഗായ്സ്. ലോകത്തെ എല്ലായിടത്തെ ദുഃഖവും സങ്കടവും എല്ലാം തീരട്ടെ, എല്ലാ മനുഷ്യരും സന്തോഷിക്കട്ടെ. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അവസാനിക്കാനാണ് പ്രയാസം. അതിന് മുൻകൈ എടുക്കാനും ചിലരുണ്ടല്ലോ. നല്ല കാര്യം. അടിപൊളി ലോകം. അതെ, യുദ്ധം തീർന്ന സ്ഥിതിക്ക് ശകലം സമാധാനത്തിന്റെ കാര്യങ്ങൾ പറയാം. അങ്ങ് സ്പെയിനിൽ വിശുദ്ധ അന്തോണീസ് തിരുനാളിന്റെ ആഘോഷം നടക്കുമായിരുന്നേ. അപ്പൊ ഈ ബ്ലെസ്സിങ്സ് മേടിക്കാൻ ഇടവക്കാർ മാത്രമല്ല ഗൈസ് എത്തിയത്, അവരുടെ കൂടെ വേറെ ചിലരും ഉണ്ടായിരുന്നു. ആരായിരുന്നു അവർ? ആരാണ്? എന്താണ്? വെള്ളം കോരി ഒഴിക്കുന്നോ? ഏട്ടായുടെ ഒരു കാര്യം. ഇവനങ്ങ് മൂട്ടനായാലോ. ഇവനെ അടുത്ത വള്ളിപ്പെരുന്നാൾ ഇറക്കണ്ടേ? എന്റെ ചോ, ഞാൻ ആടല്ല, പട്ടിയാ പട്ടി. ആടേതാ പട്ടി ഏതാന്ന് തിരിച്ചറിയത്തില്ല. അച്ഛനാണ് അത്ര അച്ഛൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈവിട, കടിക്കും ഞാൻ. കൈവിടാൻ. അച്ഛനൊന്നും നോക്കത്തില്ല. ഒരു കടി വെച്ചേരും ഞാൻ. പിള്ളേരെ ഒന്ന് ഇറക്കി വിട്ടേ കൊച്ചേ, എനിക്ക് ആനാമളം തളിക്കണ്ടേ. കുരുത്തം കെട്ടതുങ്ങളാ അച്ചോ. കൂട് തുറന്നാ പറന്നങ്ങ് പോവും. പിന്നെ ഞാൻ പുറകെ നടക്കണം. എനിക്ക് അനുഗ്രഹം വേണ്ട, എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം. പുള്ളി ഒരു ഏത്തിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊന്നുമല്ല കോമഡി. ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു പൂച്ച സാറിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഓണർ സാറിന്റെ ഫോട്ടോ ഒരു മൊബൈൽ ഫോണിൽ കാണിച്ച് പള്ളിയിലച്ഛന്റെ അനുഗ്രഹം വായിക്കുന്നുണ്ട്. കോമഡിയാണ്. കൂട്ടം പണി ഉള്ളോണ്ടാ ഇല്ലേ പൂച്ച സാറ് വന്നേനെ. പെറ്റ്സിലെ പള്ളിയിൽ കൊണ്ടുപോകാമെങ്കിൽ സിനിമയ്ക്കും കൊണ്ടുപോകാം. വാൾട്ടർ ഡിസ്നി 1995 ഇറക്കിയ ആനിമേറ്റഡ് റൊമാൻറ്റിക് മൂവിയാണ് ലേഡി ആൻഡ് ദ ട്രംപ്. ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പാരിസ് സിനിമൻസ് കുറച്ച് ഡോഗ്സിനെയും അവരുടെ ഓണേഴ്സിനെയും ക്ഷണിച്ചു. നമ്മുടെ ഈ പട്ടിസാറുമാർ ഈ പടം പുള്ളിൽ നിന്ന് കണ്ടു കാണുവോ? കൈ കിട്ടിയിരുന്നെങ്കിൽ കേറാനും പറ്റുന്നില്ല. ചെന്നിട്ട് വേണം ഇതിനെ കുറിച്ചൊരു റിവ്യൂ ബോംബിംഗ് നടത്താൻ. നേരെ ചൊവ്വ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ തീറ്റന്റെ സീറ്റ് ഒന്നും ഡോഗ് ഫ്രണ്ട്ലി അല്ലല്ലോ. ഉള്ളത് പറയാലേ, എനിക്കിഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് ഒരു ആവശ്യമില്ലാത്ത ലാഗ്. ഇന്റർവെല്ല എന്നിട്ട് ഈ തള്ളയിച്ചിരി പോപ്കോൺ പോലും വാങ്ങി തരുന്നില്ലല്ലോ. മോനെ പടം കഴിഞ്ഞ് ക്ലാപ്പ് ചെയ്യും, മോനെ ക്ലാപ്പ് ചെയ്യും. നിങ്ങൾ ഗണ്ണ് കണ്ടിട്ടുണ്ടോ? ഗണ്ണ് ഈ 1.5 ചാന്റെ പിസ്റ്റല്ല, ദാ ഇതുപോലൊന്ന്. ഈ ഐസ്ക്രീം തരാതെ കമ്പയിൽ വെച്ച് കറക്കി പറ്റിക്കുന്ന പരിപാടി ഇവർക്ക് സ്ഥിരം ഉള്ളതാണ്. പക്ഷേ സാറിന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് ടർക്കിഷ് ഐസ്ക്രീം ട്രിക്കുകാർക്ക് അറിയില്ലായിരുന്നു. നീ തീർന്നു. അതെ, തുടങ്ങിയ കാലം മുതൽ നെറ്റ്ഫ്ലിക്സിൽ ഹിറ്റായ സീരീസ് ആണ് സ്ക്വിഡ് ഗെയിം. ഈ നെറ്റ്ഫ്ലിക്സിലെ മോസ്റ്റ് വാച്ച്ഡ് സീരീസ് അത് നമ്മുടെ സ്ക്വിഡ് ഗെയിം ആയിരിക്കും അല്ലേ? ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, എന്തായാലും ഈ മണി ഹെയ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും എന്നാലും ഏറെക്കുറെ പേര് കണ്ട സീരീസ് ആണല്ലോ ഇത്. അപ്പം അതിന്റെ സെക്കൻഡ് പാർട്ട് വന്ന് ഇതിപ്പം ഇവിടെ പറയാനുള്ള കാര്യം എന്താണ് കൊച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു സന്തോഷത്തിൽ അങ്ങ് ജക്കാർത്തയിൽ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സ്ക്വിഡ് ഗെയിം കളിച്ചു. കോമഡിയാണ്. എന്റെ പൊന്നു മത്തായിച്ച, ചുണ്ടിലിച്ചിരി മീശ വന്നെന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? എന്തൊരു പേടിയാ മോളെ ഇത്. അങ്ങനെ അടിപൊളി ലോകം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഇതും കൂടെ കണ്ടു. ബസ്സിൽ വിനോദയാത്ര പോയവർ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുമായിരുന്നു. അത് കേട്ടുകൊണ്ട് വഴിവക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിന്റെ സന്തോഷമാണ് ഇത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയണമെന്നല്ലേ കിട്ടാവുന്ന സമയത്തെല്ലാം സന്തോഷിക്കുക. കുറവുകളെ കുറിച്ചല്ല, നമുക്കുള്ളതിനെ കുറിച്ചാണ് ഓർക്കേണ്ടത്. ശുഭദിനം.